കുട്ടികളൊക്കെ ഒരുപാടുണ്ടല്ലോ. എല്ലാവരും ഈ പൂമരത്തിൻ്റെ വീട്ടിൽ തന്നെ ഇരിക്കുക. എല്ലാവരും കൂടിയിട്ട് കുറച്ച് കവിത എഴുതാം. ഒന്നെങ്ങനെ എഴുതാം, ഒന്നെന്നിങ്ങനെ എഴുതാം, വളവും വേണ്ട തിരിവും വേണ്ട, ചെരിവും വേണ്ട, കുനിവും വേണ്ട, കുത്തനെയൊരു വര, കുറിയ വര, ഒന്നായി നന്നായി, ഒന്നായി നിന്നാൽ നന്നായി, നന്നായി വന്നാൽ ഒന്നായി, ഒന്നായാൽ നന്നായി, നന്നായാൽ ഒന്നായി, ഒന്നായി നന്നായി, നന്നായി ഒന്നായി, ഒന്നായാൽ നന്നായി, നന്നായാൽ ആദ്യം ഏതാവണ്ട? ഒന്നാവണോ നന്നാവണോ? നന്നായാലേ ഒന്നാവുള്ളൂ. നന്നായി ഒന്നാവുകയും ചെയ്യൂലേ. എല്ലാവരും നന്നാവുക, ഒന്നാവുക. മലയാളത്തിന് ഇത്ര പ്രിയങ്കരനായ മറ്റൊരു കുട്ടിയില്ല. കുട്ടികൾക്ക് ഇത്രയേറെ വേണ്ടപ്പെട്ട മറ്റൊരു കൂട്ടുകാരനുമില്ല. മലയാളിയുടെ ഗൃഹാതുരതകളിൽ, മലയാള കവിതയുടെ നാട്ടുവഴികളിൽ മുറുക്കയ്യൻ ബനിയനും ഒറ്റമുണ്ടും നരച്ച താടിയും കവിതകളുടെ കൽക്കണ്ട ഭരണിയുമായി ഇദ്ദേഹം നമ്മെ തേടിയെത്തുന്നു. ഞായപ്പള്ളി ഇല്ലത്ത് നീലകണ്ഠൻ മൂസതിൻ്റെയും അതിയാരത്ത് നാരായണി അമ്മയുടെയും മകനായി 1927 മെയ് 10 തൃശ്ശൂർ ജില്ലയിലെ കടലോര ഗ്രാമമായ വലപ്പാട്ടെ അതിയാരത്തായിരുന്നു കുഞ്ഞുണ്ണിയുടെ ജനനം. വിദ്യാഭ്യാസത്തിനു ശേഷം കോഴിക്കോട് രാമകൃഷ്ണ മിഷൻ ഹൈസ്കൂളിൽ ദീർഘകാലം അധ്യാപകനായി സേവനമനുഷ്ഠിച്ചതോടെ പേരിനൊപ്പം മാഷ് എന്ന് അടുപ്പമുള്ളവർ ചേർത്ത് വിളിച്ച കുഞ്ഞുണ്ണിയുടെ കുറുങ്കവിതകളുടെ മധുരം അക്കാലം തൊട്ടേ മലയാളിയുടെ നാവിന് പരിചിതമായി. കുഞ്ഞുണ്ണി മാഷ് എന്നുള്ള പേര് തന്നെ കുട്ടികൾക്ക് ആവേശം പകരുന്നൊരു പേരായിരുന്നു. ഞാനത് അനവധി രംഗങ്ങളിൽ കണ്ടിട്ടുണ്ട്. മാഷ് വരുമ്പോഴൊക്കെ കുട്ടികൾക്ക് ഒരു പുതിയ ഒരു ദേവത പ്രത്യക്ഷപ്പെടും പോലെയാണ്. അവരുടെ സ്വന്തം ആളാണ് എന്നൊരു തോന്നൽ. ഒരു എഴുത്തുകാരൻ തൻ്റെ സാഹിത്യരചന ആരെ ലക്ഷ്യമാക്കിയാണ് അവതരിപ്പിക്കുന്നത്, ആ സമൂഹത്തിന് ഏറ്റവും പ്രിയപ്പെട്ടവനും ഏറ്റവും ആരാധ്യനുമായി തീർന്നതിന് നമുക്ക് അടുത്ത കാലത്ത് കിട്ടിയ ഏറ്റവും ശ്രേഷ്ഠമായ ഉദാഹരണമാണ് കുഞ്ഞുണ്ണി മാഷ്. വാക്കിന് ജീവിതത്തോട് ഇത്രമാത്രം ബന്ധവും സ്വാധീനശക്തിയും ഉണ്ടെന്ന് അദ്ദേഹത്തിൻ്റെ കവിത തെളിയിച്ചു. അദ്ദേഹത്തിൻ്റെ കവിത കുട്ടികൾ ഇഷ്ടപ്പെട്ട് വായിച്ചു എന്നുള്ളത് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ കവിത വായിക്കുമ്പോൾ മുതിർന്നവരും കുട്ടികളായി മാറുന്നു എന്നൊരു അസാധാരണവും അഗാധവുമായൊരർത്ഥമുണ്ട്. അതിൻ്റെ സാരം എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹം ബാല്യത്തിൻ്റെയും കൗമാരത്തിൻ്റെയും ഒരു മനുഷ്യജീവിതത്തിലുള്ള ശാശ്വതമായ ഒരു മൂല്യമുണ്ട്. ആ മൂല്യം കണ്ടെത്തിയ കവിയാണ് അദ്ദേഹം. അതുപോലെ ജീവിതക്ലേശം കൊണ്ട് ഉണങ്ങി വരേണ്ട മുതിർന്ന ജനതയുടെ ഹൃദയത്തിൽ എവിടെയോ ഒരു ബാലമനസ്സ്, ഒരു ജീവൻ മുഴുവൻ നഷ്ടപ്പെടാതെ ഒളിഞ്ഞു കിടപ്പുണ്ട്. മാഷയുടെ വാക്കുകൾ ആ ചെറിയ ജീവകണികയുടെ അടുത്ത് ചെന്നിട്ട് അതിനെ വീണ്ടും ഉണർത്തുകയാണ്. അതാണ് കവിത വായിക്കുമ്പോൾ നമ്മൾ കുട്ടിയായി മാറുന്നു. അങ്ങനെ അദ്ദേഹം ഒരു നിസ്തുലനായ കവിയാണ്, അന്യാദൃശനായ കവിയാണ്. അദ്ദേഹം കുട്ടികൾക്ക് വേണ്ടിയുള്ള സരസകവിതയും കുട്ടികൾക്ക് വളരെ ഇഷ്ടം വികട കവിതയാണ്. അത്തരത്തിൽ നമുക്ക് രണ്ടാമതൊരു കവി ഇല്ലാതെ പോയി. ഇനി കുട്ടികളിൽ നിങ്ങളൊക്കെ വലിയവരില്ലല്ലോ. അപ്പോൾ ഞാൻ കുട്ടികൾക്ക് ഇഷ്ടമായിട്ട് ആരുണ്ട്, അത് എന്താണ് വയസ്സനായ ഞാൻ പറഞ്ഞുതരാം. ആയി ഠായി മിഠായി
തിന്നുമ്പോൾ എന്തിഷ്ടായി തിന്നു കഴിഞ്ഞു തിന്നു കഴിഞ്ഞു കഷ്ടായി. ഗദ്യപദ്യങ്ങളുടെ പതിവ് ശീലങ്ങളിൽ നിന്നും വഴിമാറി നടന്ന ഈ തോന്നിയാക്ഷരങ്ങൾ ആദ്യകാലത്ത് നിരൂപകർ കണ്ടില്ലെന്ന് നടിച്ചെങ്കിലും കുട്ടിത്തം മാറാത്ത മലയാളിക്ക് ഈ കുറുങ്കവിതകൾ മയിൽപ്പീലിയായി. കഷ്ടാവാൻ നിൽക്കണോ? അവൻ്റെ മുട്ടായി ഇട്ടാൽ കഷ്ടാവും, അവൻ്റെ ഇഷ്ടാക്കണ്ട കേട്ടോ. മുട്ടായിൽ ബുദ്ധി വെച്ചാൽ കവിയരെങ്കിലും ചൊൽക്കാഴ്ചകളിലും ആഴ്ചപ്പതിപ്പുകളിലും ആരവങ്ങളില്ലാതെ പ്രത്യക്ഷപ്പെട്ട കുഞ്ഞുണ്ണി കവിതകൾ അന്ന് മാതൃഭൂമിയുടെ പത്രാധിപരായിരുന്ന MT വാസുദേവൻ നായരുടെ സ്നേഹസൗഹൃദങ്ങളിലൂടെയാണ് മുഖ്യധാരാ മാധ്യമങ്ങൾക്ക് പ്രിയങ്കരമായത്. തുടർന്ന് MTയുടെ നിർബന്ധം മൂലം മാതൃഭൂമിയിലെ ഏറെ പ്രശസ്തമായ ബാലപംക്തിയുടെ ചുമതലയേറ്റ മാഷ് കുട്ടേട്ടൻ എന്ന പേരിൽ പിന്നീട് തലമുറകളുടെ നിലത്തെഴുത്തിന് ആചാര്യനായി. കുഞ്ഞുണ്ണി മാഷ് സത്യം പറഞ്ഞാൽ എൻ്റെ ഒരു ഗുരുനാഥൻ എന്ന് തന്നെ പറയാം. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അന്ന് തന്നെ 7ാം ക്ലാസ്സിലും 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ സ്ഥിരമായിട്ട് തോന്നിയ പോലെ കഥകളും കവിതകളൊക്കെ എഴുതി എല്ലാം എഴുതുന്ന മുഴുവൻ മാതൃഭൂമിയുടെ ബാലമന്തിയിലേക്ക് അയച്ചിരിക്കും. അയക്കുന്നത് പോലെ തന്നെ പലപ്പോഴും തിരിച്ചു വരും. പക്ഷേ ആ തിരിച്ചു വരുന്ന രചനകളുടെ കൂട്ടത്തിൽ തിരുത്തിയ കുറച്ച് അക്ഷരങ്ങൾ കാണാൻ വരുന്നത്. അത് കുട്ടേട്ടൻ എന്നുള്ള പേരിലാണ് അറിയപ്പെട്ടിരുന്നെങ്കിലും കുട്ടേട്ടൻ കുഞ്ഞുണ്ണി മാഷാണെന്ന് ഞാൻ അറിയുന്നത് പിന്നീടാണ്. പ്രധാനമായിട്ട് അദ്ദേഹം അന്ന് പറഞ്ഞത് ധാരാളം എഴുതി അയക്കുമ്പോൾ അദ്ദേഹം എഴുതണമെന്ന് തോന്നുമ്പോൾ എഴുതണ്ട, എഴുതിയേ തീരുമെന്ന് തോന്നുമ്പോഴും എഴുതാതിരിക്കുക, എഴുതാതെ പറ്റില്ല എന്നുള്ള ഘട്ടം വരുമ്പോൾ മാത്രം എഴുതിയാൽ മതി. അതെനിക്കൊരു വലിയ ഒരു വെളിപാട് പോലെ തോന്നിയതാണ്. ഒറ്റ വായനയിൽ വിഡ്ഢിത്ത കുട്ടിത്തങ്ങളായി തോന്നിപ്പോകാവുന്ന കുഞ്ഞുണ്ണി കവിതകൾ പലതും കേവലഹാസ്യത്തിനപ്പുറം ഗഹനമായ തത്വചിന്തയുടെ ഉറവിടങ്ങളാണെന്നതിൽ തർക്കമില്ല. രാഷ്ട്രീയം മുതൽ ഭക്ഷണശീലം വരെ നീളുന്ന മലയാളിയുടെ ദിനചര്യകളിലെ പുറംപൂച്ചുകളിലേക്ക് ഒരു വിദൂഷക താളമായി അദ്ദേഹത്തിൻ്റെ കവിതകൾ കടന്നുവന്നു. അമ്മ മമ്മിയായി അന്നേ മരിച്ചു മലയാളമെന്നും, പ്ലേഗ് പിറന്നാൽ ഉണ്ട് നിവൃത്തി, ഫ്ലാഗ് പിറന്നാൽ ഇല്ല നിവൃത്തിയെന്നും, പൂച്ചയ്ക്ക് പുറമുണ്ട് പുറംപൂച്ചിനകമില്ലെന്നുമൊക്കെ നമ്മുടെ ജീവിത പരിസരങ്ങളിൽ ആരെയും കൂസാത്ത ഈ കുട്ടി കരിക്കട്ട കൊണ്ട് എഴുതി വച്ചു. ഞാൻ മോഹൻലാലിൻ്റെയും മമ്മൂട്ടിയുടെയും ഒക്കെ അടുത്ത് പറയാറുള്ള ഒരു വാചകമാണ് അദ്ദേഹത്തിൻ്റെ പഞ്ചാരക്കുന്നിൻ്റെ ചോട്ടിലിരുന്നൊരു കുഞ്ഞനുറുമ്പ് കരഞ്ഞു, ഒരു കുഞ്ഞുണ്ണുറുമ്പ് കരഞ്ഞു, എത്ര ചെറിയതാണ് എൻ്റെ വയർ, എത്ര ചെറിയതാണ് എൻ്റെ വയർ. അതായത് വലിയ പഞ്ചാരക്കുന്നിൻ്റെ താഴത്തിരുന്നിട്ടൊരു ഉറുമ്പിൻ്റെ കരച്ചിലാണ്. അവന് വയറ് നിറഞ്ഞാൽ മാത്രം പോരാ, അവൻ ആ പഞ്ചാരക്കുന്ന് മുഴുവൻ തിന്നു തീർക്കണം. ഇത് തന്നെയാണ് നമ്മുടെ രാഷ്ട്രീയ രംഗത്തും കലാരംഗത്തുമുള്ള എല്ലാവരുടെയും മനോഭാവം. അവർക്ക് കിട്ടിയതൊന്നും പോരാ, കിട്ടാത്തതിന് വേണ്ടി മുഴുവൻ അവർ വിലപിച്ചുകൊണ്ടിരിക്കുകയാണ്. മറ്റുള്ളവരുടെ കണ്ണിലെ കരടുകൾ മാത്രമല്ല, സ്വന്തം കണ്ണിലെ തടിയും കവി കാണാതിരിക്കുന്നില്ല. പൊക്കമില്ലായ്മയാണ് എൻ്റെ പൊക്കമെന്നറിയുന്നു ഞാൻ, എനിക്ക് പൊക്കം കുറവാണ്, എന്നെ പൊക്കാതിരിക്കുവിൻ, എനിക്ക് ഊക്ക് കുറവാണ്, എന്നെ താങ്ങാതിരിക്കുവിൻ. കപടലോകത്തിൽ എന്നുടെ കാപട്യം സകലരും കാൺമതാണൻ പരാജയം, എന്നിലൂടെ നടക്കാനേ എൻ്റെ കാലിന് അറിഞ്ഞിടൂ എന്നും എഴുതിയ കവി എഴുത്തുകാർക്ക് പൊതുവെ അപരിചിതമായ ആത്മാന്വേഷണത്തിൻ്റെ പുതുമാതൃകയായി മാറി. കുഞ്ഞുണ്ണി മാഷെ പോലെ ഒരാൾ കേരളത്തിൽ ഇതിനു മുമ്പുണ്ടായിട്ടില്ല. ആ രൂപവും ഭാവവും കൊച്ചു കുഞ്ഞുങ്ങളുടേതുപോലുള്ള ആ നിഷ്കളമായ ആ സ്വഭാവവും അതേസമയം അത്യുന്നതമായ പ്രതിഭയും വാക്പാടവും
കവിതാവാസനയും ഇതെല്ലാം കൂടി ഒത്തുചേർന്ന് ഒരാളെങ്ങനെയാണ് ജനിക്കുക? ആ രൂപം തന്നെ പ്രത്യേകതയുള്ളതായിരുന്നു. പൊക്കമില്ലായ്മയാണ് എൻ്റെ പൊക്കം എന്ന് പറയാൻ മറ്റൊരു കവിക്ക് അത്ര എളുപ്പമല്ല. കുഞ്ഞുണ്ണി മാഷയെ ഒടുവിൽ കണ്ട ദിവസം ഞാൻ ഓർമ്മിക്കുകയാണ്. അവശനായിരിക്കുകയാണെന്നറിഞ്ഞ് വീട്ടിൽ ചെന്നപ്പോൾ അവിടെ ഒരു പറ്റം കുട്ടികൾ അപ്പം തന്നെ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. കുട്ടികളോടൊപ്പം അവിടെ AC ചെയർ കിടക്കുകയാണ്. പക്ഷേ കുട്ടികൾ ചുറ്റുമുണ്ട്. അധികം വർത്തമാനം പറയാനൊന്നും വയ്യ. എന്നെ കണ്ടപ്പോൾ കണ്ണിൽ നിന്ന് ഇങ്ങനെ കണ്ണുനീര് ഒഴുകാൻ തുടങ്ങി. ആദ്യമായിട്ടാണ് ഇങ്ങനെ ആ കണ്ണിൽ കണ്ണീര് ഞാൻ കാണുന്നത്. എനിക്കും സഹിച്ചില്ല അത് കണ്ടപ്പോൾ. പാദത്തിൽ നമസ്കരിച്ച് എൻ്റെ ശിരസിലെ കുറേ നേരം കൈകൾ അർപ്പിച്ചെന്തോ ജപിച്ചു. അന്ന് വാരിത്തന്ന ഒരുപടി കൽക്കണ്ടവും മുന്തിരിങ്ങയും ഞാൻ കുറേ കാലം സൂക്ഷിച്ചു വെച്ചിരുന്നു. മാസ്റ്ററുടെ വരികളും ഈ കൽക്കണ്ടം പോലെ മധുരമുള്ളവയായിരുന്നു, പക്ഷേ ചിന്തിപ്പിക്കുന്നവയുമായിരുന്നു. കുട്ടികൾക്ക് വേണ്ടി അദ്ദേഹം എഴുതുന്ന കവിതകൾ പോലും വലിയവർക്ക് വായിച്ച് രസിക്കാൻ തക്ക ആഴമുള്ളവയായിരുന്നു, പാകപ്പെട്ടവയായിരുന്നു. അദ്ദേഹത്തിൻ്റെ അതിക്രൂരമായ ചില ഫലിതങ്ങൾ ഞാൻ ഓർക്കുകയാണ്. ആ 4 വരിയുണ്ടല്ലോ: ജനിക്കും നിമിഷം തൊട്ടൻ മകൻ ഇംഗ്ലീഷ് പഠിക്കണം, അതിനാൽ ഭാര്യ തൻ പേരങ്ങ് ഇംഗ്ലണ്ടിൽ തന്നെയാക്കി ഞാൻ. ഇതിലും വലിയൊരു പരിഹാസ കവിത മലയാളത്തിലുണ്ടായിട്ടുണ്ടോ എന്ന് എനിക്കറിഞ്ഞുകൂടാ. വീട്ടിലെത്തുന്ന എല്ലാവർക്കും കൽക്കണ്ടവും മിഠായിയും നൽകുന്ന മാഷ് എപ്പോഴും കുട്ടികളോടൊത്തിരിക്കാൻ ആഗ്രഹിച്ചു. തനിക്ക് 5 അടി 10 ഇഞ്ച് പൊക്കവും അതിനനുസരിച്ച് വണ്ണവും കുമ്പയും കൊമ്പൻ മീശയും ഉണ്ടക്കണ്ണും രാഘവമേനോൻ എന്ന പേരുമാണെങ്കിൽ താൻ എങ്ങനെ കുട്ടികളും വലിയവരെല്ലാമുള്ള സദസ്സിനെ നോക്കി ടം പടം പപ്പടം പടപടം പപ്പടം എന്നും മറ്റും കയ്യും കലാശവും കാട്ടി ഉറക്കെ ചൊല്ലി രസിക്കുമെന്നായിരുന്നു മാഷിൻ്റെ ചോദ്യം. വളപ്പൊട്ടും കുന്നിമണിയും പോലെ സ്വന്തം കൃതികൾ കുട്ടികൾക്ക് കൗതുകം പകരണമെന്ന ആഗ്രഹമുള്ളതിനാലാണ് ലാളിത്യത്തിലും വാക്കുകളുടെ പ്രാസഭംഗിയിലും മാഷ് നിർബന്ധം പുലർത്തിയത്. കുറ്റിപ്പെൻസിൽ, വലിയവനാകാൻ, പുലിവാല്, ഊണുതൊട്ടുറക്കം വരെ, വിത്തും മുത്തും തുടങ്ങിയ കൃതികളെല്ലാം തന്നെ ഈ താളത്തുടുപ്പ് പേറുന്നവയാണ്. ഒട്ടും യോജിപ്പില്ലാത്ത 2 കാര്യങ്ങളെ കൂട്ടി ചേർത്തിട്ടാണ് കുഞ്ഞുണ്ണി മാഷ് കവിതയിലെ വല്ലാത്തൊരു വിസ്മയം തീർക്കാറുള്ളത്. നമുക്ക് ആ വരുന്ന ഒരു ആന, ഈ വരുന്ന ഒരു ഈച്ച. ആന ആനയുടെ വഴിക്ക് പോയി, ഈച്ച ഈച്ചയുടെ വഴിക്ക് പോയി എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് പിന്നെ എന്താണുള്ളത്, എന്താണ് ബാക്കിയാവുന്നത് എന്ന ഒരു ചോദ്യത്തിന് ഉത്തരം നമ്മുടെ ആസ്വാദക മനസ്സ് തന്നെ തരുന്നുണ്ട്. വളരെ അത്ഭുതകരമായിട്ടുള്ള ഒരു സംഗതിയാണ് മാഷ് അങ്ങനെയുള്ള ചില ചേർച്ചകളിലൂടെ കവിതയിലേക്ക് കൊണ്ടുവരുന്നത്. തീർച്ചയായിട്ടും മാഷുടെ ഒരുപാട് കവിതകൾ, കുട്ടിക്കവിതകൾ എന്നുള്ളതിൻ്റെ അപ്പുറത്ത് മനുഷ്യനെ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന ദർശനങ്ങളാണ്. അത്തരത്തിലുള്ള ജീവിത ദർശനം തരുന്ന കവിതകൾ ഒരുപക്ഷെ ഹൈക്കുവിൻ്റെയൊക്കെ സമ്പ്രദായത്തിൽ രചിക്കപ്പെട്ടുള്ള കവിതകൾക്ക് വേണ്ടത്ര പഠനങ്ങൾ അങ്ങനെ നടന്നിട്ടുണ്ടോ എന്നുള്ളതാണ് എനിക്ക് സംശയം തോന്നുന്നത്. നേരു പറഞ്ഞാൽ നേരെ നടന്നാൽ, നേരു പറഞ്ഞാൽ നേരെ നടന്നാൽ നേരെയായിടുമെല്ലാരും. നേര് പറഞ്ഞാൽ മാത്രം പോരാ, നേരെ നടക്കും വേണം. മനസ്സും വാക്കും പ്രവൃത്തിയും ഒരുപോലെ നന്നായാൽ നമ്മളെല്ലാവരും നന്നാവും. താൻ ഇതുവരെ ആരുടെയും വള ഉടച്ചിട്ടില്ലെന്നും അതിൻ്റെ പ്രായച്ചിത്തമായിട്ടാണോ ആവോ ഈ വയസ്സുകാലത്ത് വളപ്പൊട്ട് പിറക്കുന്നതെന്നും സ്വയം ആശ്ചര്യപ്പെട്ട മാഷ് മരണശേഷം തന്നെ തേടിയെത്തുന്നവർക്കായി കാത്തുവച്ചിരിക്കുന്നതും 3 ചില്ലുകുപ്പികൾ നിറയെ വളപ്പൊട്ടുകളും കുപ്പായ കുടുക്കുകളും കുന്നിമണികളുമാണ്. മരിക്കുന്നതിന് മുമ്പ് അദ്ദേഹം രാമകൃഷ്ണാശ്രമത്തിന് പോന്നു കഴിഞ്ഞതിന് ശേഷം വലപ്പാട് താമസിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ പലപ്പോഴും അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയിട്ടുണ്ട്. അപ്പോൾ അന്ന് വളപ്പൊട്ടുകളുടെ ഒരു ശേഖരം ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്. അന്ന് ആ ഒരു വലിയ ഭരണിയുടെ 3/4 ഭാഗത്തോളം ഭരണി നിറഞ്ഞിട്ട് ഞാൻ മാഷ് വളപ്പൊട്ടുകൾ ഇപ്പോഴും സൂക്ഷിക്കുന്നുണ്ട്. അപ്പോൾ പുള്ളി പറഞ്ഞു അത് തമാശയുള്ള ഒരു സങ്കല്പമുണ്ട്, ഈ വളപ്പൊട്ടുകളുടെ ഭരണി നിറഞ്ഞു കഴിയുന്നതോട് കൂടിയിട്ട് ജീവിതം അവസാനിക്കുന്നതാണ് പുള്ളി അന്ന് പറഞ്ഞിരുന്നത്. ആ ഭരണി നിറഞ്ഞോ ഇല്ലയോ എന്ന് ഞാൻ അന്വേഷിച്ചിട്ടില്ല, അറിയില്ല. ചിലപ്പോൾ നിറഞ്ഞിട്ടുണ്ടാവാം. അപ്പോഴായിരിക്കാം ദൈവം അദ്ദേഹത്തിനെ തിരിച്ചു വിളിച്ചത്.
മകളെപ്പോലെ മാഷ് സ്നേഹിച്ച അദ്ദേഹത്തിൻ്റെ മരുമകൾ ഉഷാ കേശവരാജിൻ്റെ വസതിയിൽ ആ വെള്ളിമേഘത്താടി ഒഴികെ ബാക്കിയെല്ലാം നമ്മെ കാത്തിരിക്കുന്നു. ഒരവയവം പോലെ കൂടെ ഉണ്ടായിരുന്ന കണ്ണടയും അക്ഷരമധുരം പകർന്ന എഴുത്താണിയും വാർദ്ധക്യ വിഹുലതകൾക്കിടയിൽ എഴുതിയ അവസാന വരികളും നിധി പോലെ സൂക്ഷിച്ചിരിക്കുകയാണിവിടെ. ഓരോ സാധനങ്ങൾ കാണുമ്പോൾ നമുക്ക് ഓരോരോ ഓർമ്മകളില്ലേ. വളപ്പൊട്ട് എന്ന് പറഞ്ഞു പല ആൾക്കാരും ചോദിച്ചു. അപ്പോൾ ഞാൻ കൂട്ടാണ്ട് പറഞ്ഞിട്ടുണ്ട്, വളപ്പൊട്ട് ഞാൻ ആർക്കും കൊടുക്കില്ല കേട്ടോ, വളപ്പൊട്ട് ഞാൻ തന്നെ സൂക്ഷിച്ച് വെക്കും. അതാർക്കും പല ആൾക്കാരും ചോദിച്ചു, വളപ്പൊട്ട് ഞങ്ങൾക്ക് തരണം മാഷ് എന്ന് പറഞ്ഞ് പല ആൾക്കാരും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ചില സാധനങ്ങളൊക്കെ അങ്ങനെ കൊടുക്കാണ്ട്, അതുപോലെ അന്തിപുസ്തകം അതും വേറൊരാൾ ചോദിച്ചു, അതൊന്നും ഞാൻ കൊടുക്കില്ല. കൂട്ടാണ്ട് കൈയക്ഷരം എന്നും എനിക്ക് കാണാൻ വേണ്ടിയിട്ടുള്ളതാണ് ആ അന്തിപുസ്തകം എന്നൊക്കെ. അങ്ങനെ ഓരോ സാധനങ്ങൾക്കുണ്ട് ഓരോ ഓർമ്മകൾ. മോതിരം, അതുപോലെ മോതിരം ഇങ്ങനെ കയ്യുമ്മ വല്ലാണ്ട് ഈ എക്സിമ വല്ലാണ്ട് ബുദ്ധിമുട്ടി ഇരിക്കുന്ന സമയത്ത് മോതിരം ഊരാൻ പറ്റാണ്ട് 2 ദിവസം എനിക്ക് വീട്ടിലേക്ക് പോകാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ ചെല്ലണത് കാത്തിരുന്നു, ഇത് മോള് സൂക്ഷിച്ച് വെക്കണം എന്നും പറഞ്ഞിട്ട് അങ്ങനെ ഊരി തന്നിട്ടുള്ളതാണ് മോതിരം, രുദ്രാക്ഷമാല, എഴുത്താണി. അതൊക്കെ ജീവിച്ചിരിക്കുമ്പോൾ മോള് സൂക്ഷിച്ച് വെക്കണം, ഇതിനൊരിക്കലും ഇത് നാശാക്കി കളയരുതെന്ന് പറഞ്ഞിട്ട് എൻ്റെ കയ്യിൽ തന്നിട്ടുള്ള സാധനങ്ങളാണ്. അതൊക്കെ ദിവസേന ഇപ്പോൾ അത് കാണുമ്പോഴുള്ള ഓരോ ഓർമ്മകളും നമുക്ക് അത് കാണുമ്പോൾ പിന്നെയും തെറ്റി വരും. ഭാഷയെ അയുക്തമായി തല്ലിപ്പൊട്ടിച്ചും കൂട്ടിച്ചേർത്തും കുട്ടിക്കളി കണക്കെയുള്ള രചനാശൈലിയിലൂടെ മലയാളിയുടെ കുട്ടിത്വം കൈമോശം വരാതെ സൂക്ഷിക്കാനും കവിതയിലും ജീവിതത്തിലും കുട്ടിയായിരിക്കാനും ആഗ്രഹിച്ച ഈ കൂട്ടുകാരനെ നമുക്ക് മറക്കുക വയ്യ. ആ കുറിയ രൂപത്തിലെ വലിയ മനസ്സിൽ നിന്നും പെയ്തു തുറന്ന ചിന്തകൾ കവിതകളുടെ മധുരമായി നമ്മുടെ മുന്നിലുണ്ട്. പകരം വയ്ക്കാനാകാത്തൊരു കവി എഴുതി വച്ച വായിച്ചാലും തീരാത്ത പുസ്തകമാണ്. കുറച്ചെനിക്കേട്ട കദളിപ്പഴം കൈക്കുന്നിതനിയ കദളിപ്പഴം അതന്നെ ഇതിനോട് വലിയ വിഷമത്തില. ഗജഡദബാ കയ്പെനിക്കിഷ്ടമാണ് ഏറ്റമേട്ട ഗജഡദബാ ലേശം കൊടുത്തില്ല കൊതിയ നേട്ടൻ നമ കിണു കിണുങ്ങി കുഞ്ഞനിയൻ. ഇനിയൊരു കാര്യം, കവിതയല്ല, അത് പദ്യത്തിൽ പറയണോ കവിതയിൽ പറയണമെന്നേ ഉള്ളൂ. എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം കേട്ടോ. പറഞ്ഞുതരട്ടെ. പുതുപൂ കാണാഞ്ഞാൽ പുതുകാര്യം ചെയ്യാഞ്ഞാൽ പുതുദീനമാവില്ലൊരു ദീനവും പുതിയൊരു പൂവ് കാണാം എന്ന് വെച്ചാൽ പുതിയൊരു കാഴ്ച കാണാം. ഇന്നലെ കണ്ടതന്നെ ഇന്നും കണ്ടാൽ ശരിയാവുമോ? പുതിയ കാഴ്ചകൾ കാണണം. ദിവസവും പുതിയൊരു കാര്യം ചെയ്യണം. ഇന്നലെ ചെയ്തന്നെ ഇന്നും, ഇന്ന് ചെയ്തന്നെ നാളെയും ശരിയാവില്ല. പുതിയ കാര്യം ചെയ്യണം. പഴയ കാര്യമാണെങ്കിലും പുതുതായിട്ട് ചെയ്യണം, നന്നായിട്ട് ചെയ്യണം. ഇന്നലെ ചെയ്യേണ്ടി വന്നു വരും. പക്ഷേ ഇന്നലെ ചെയ്തേക്കാളും നന്നായിട്ട് ഇന്ന് ചെയ്യണ്ടേ? അപ്പോൾ അത് പുതിയ കാര്യമായി. അങ്ങനെ എന്നും പുതിയ കാഴ്ചകൾ കണ്ട് പുതിയ കാര്യങ്ങൾ കണ്ട് എന്നും പുതിയ ദിനമായിട്ട് ജീവിക്കുക. അപ്പോൾ എന്നും എല്ലാവർക്കും നല്ല പുതുമയും സന്തോഷവും ഉണ്ടാവും, നന്നാവുകയും ചെയ്യും കേട്ടോ.